മേയർ ആര്യ രാജേന്ദ്രനെ വെളുപ്പിച്ച് യദുവിനെ ഏതെങ്കിലും കേസിൽ കുടുക്കി അഴിക്കുള്ളിലാക്കാനുള്ള ശ്രമമാണ് CPMന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നടക്കുന്നത്. അതിന് തക്കതായുള്ള വിഷയങ്ങളാണ്, അനുഭവങ്ങളാണ് ഡ്രൈവർ യദുവിന് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജോലി പ്രൈവറ്റ് ബസ് ലീവ് ഓടുന്നു, അത് തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓടുന്നു, ഇടയ്ക്കിടയ്ക്കില്ല. ഇപ്പോൾ ഈ മാസം അവന് ഫീസ് അടയ്ക്കേണ്ട ടൈം കഴിഞ്ഞു. സ്ഥിരമായിട്ടൊരു ഇത് ഇല്ലാത്തതുകൊണ്ട് സ്ഥിരമായിട്ട് കയറാനകത്ത് സ്ഥിരം ജീവനക്കാരുള്ളപ്പോൾ നമ്മളെ ലീവ് മാത്രമല്ലേ വിളിക്കില്ലേ. ലീവ് ഓടുന്നു, അത്ര തന്നെ. വേറെ ഒന്നും നിർവാഹമില്ല. ഇപ്പോൾ കേസ് കിടക്കുന്നതുകൊണ്ട് ഇവിടെ കയറാനും പറ്റൂല. പഴയ പറഞ്ഞു വിട്ട ആൾക്കാരൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു, ചിലപ്പം എടുക്കുമോ ഇല്ല എന്നുള്ള അറിഞ്ഞൂടാ. ഈ കേസ് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര തീവ്രവാദ കുറ്റമാണല്ലോ ഇപ്പോൾ ചെയ്തത്. ചെയ്ത ആൾക്കാർ അകത്ത് ജോലിയും ചെയ്യുന്നു, ഞാൻ ഇപ്പോൾ പുറത്തുനിന്നുള്ള അവസ്ഥയിലാണ്. അവർക്ക് ജോലി ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം. അവകാശം എല്ലാവർക്കും ഒരേപോലെയല്ലേ. ഈ സംഭവം ഉണ്ടായ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഈ പൊതുവെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെയും കൂടെ ഉണ്ടായതേ ഉള്ളൂ. ഇന്നലെയും കൂടെ ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ശാസ്തമംഗലത്ത് നിന്ന് വരുന്ന വഴിക്ക് ഇടപ്പഴിഞ്ഞിയിൽ വെച്ച് ഇങ്ങനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് താക്കോലൂരി എടുക്കാൻ ശ്രമിക്കുകയും ഇവിടെ എത്ര മണിക്കൂറായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി പക്ഷേ അകത്താണ് വെച്ചിരുന്നത്. അതായത് 2 ബാരിക്കേഡ് പോലെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്താണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കയറി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് പിടിച്ചില്ല. അപ്പം നിനക്ക് എന്താ ചൊറിയണമെന്ന് കേട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ചൊറിച്ചിലും ഇല്ല, ഞാൻ മര്യാദയ്ക്കല്ലേ വണ്ടി വെച്ചിരിക്കുന്നത്. സീബ്ര ക്രോസിൽ പോലും അല്ല വണ്ടി വെച്ചിരിക്കുന്നത്. ഇവിടെ മേയർ സീബ്ര ക്രോസിൽ വണ്ടി വെച്ചിട്ട് നിങ്ങൾ നീതിയും നിയമമൊക്കെ നടപ്പിലാക്കിയാന്ന് വെച്ചു. അപ്പം അങ്ങനെ കയറിക്കൊണ്ട് നീ പോകണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഫോട്ടോയും വണ്ടിയുടെ ഫോട്ടോയൊക്കെ എടുത്ത്. ട്രാഫിക് AC ആണെന്ന് തോന്നുന്നു. അങ്ങനെ സംസാരമായി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മീഡിയാസിൽ 2-3 ആൾക്കാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ വണ്ടിയെ പിടിച്ച് വെച്ചൊക്കെയാണെന്ന് പറഞ്ഞു. താക്കോൽ ഊരിയൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഊരി കയ്യിലെടുത്ത്. ഞാൻ പറഞ്ഞു, സാറ് കേസെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല, എന്താണ് കേസ് എടുക്കണേ, എൻ്റെ വണ്ടി പോലും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് കുറേ കഴിഞ്ഞ് മീഡിയാസിന് വിളിക്കുന്ന കേട്ടപ്പോൾ ആൾ വണ്ടി എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു. ട്രാഫിക്കിൻ്റെ വണ്ടിയാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. RDRൻ്റെ അവിടെ ഭയങ്കര ബ്ലോക്കാണ്, എപ്പോഴും ബ്ലോക്കാണ്. നമ്മൾ ബ്ലോക്ക് ആവാൻ വേണ്ടിയിട്ട് വണ്ടി 2 വീലറാണ് ഒതുക്കി വെച്ച വണ്ടിയെ വന്നിട്ട് തടഞ്ഞു നിർത്തിയാണ് ഒരുമാതിരി ഞാൻ ഏത് പാർട്ടിയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. നീതി നിയമവും എല്ലാവർക്കും തുല്യതയുണ്ട്.